പോലെയുള്ള വലിയ 500 പേജുള്ള നോവൽസ് ഒന്നും പുതിയ കാലത്ത് എഴുത്തുകാരന് സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എഴുത്തുകാരൻ്റെ ഈ സ്റ്റാമിന കുറേ ഉണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ വായനക്കാരുടെ സ്റ്റാമിന വളരെ കുറവാണ്. അവരുടെ അറ്റൻഷനൊക്കെ നമുക്കറിയാം, വളരെ എന്താ പറയുക, ഒരു അറ്റൻഷൻ എക്കണോമി. നിങ്ങളുടെ അറ്റൻഷന് വലിയ പൈസ കിട്ടുന്ന കാലമാണ് അല്ലേ. നമ്മളറിയാതെ നമ്മുടെ ഓരോ നോട്ടവും, നിങ്ങളുടെ ഓരോ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുമ്പോഴും, നിങ്ങൾ ഓരോ സാധനം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങൾ ഒരു പുതിയ എക്കണോമിയെ കുറിച്ചൊക്കെ, മാർക്സ് കാണാത്ത എക്കണോമി ഉണ്ട്, അറ്റൻഷൻ എക്കണോമി. നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ ഒരു വലിയ എക്കണോമി, വലിയ സാമ്പത്തിക പരിസരമായിട്ട് മാറുന്ന തരത്തിൽ ഒരു കാലത്ത് നമ്മൾ ജീവിക്കണം. സ്വാഭാവികമായിട്ട് ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ എങ്ങനെയാണ് പുതിയ ഒരു കാലത്തിന്റെ എഴുത്ത്, പുതിയ കുട്ടികളോട് എങ്ങനെ സംവദിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷെ അദ്ദേഹം ചെറുതാക്കിയിട്ടുണ്ട്. വളരെ വളരെ പെട്ടെന്ന് ഞാനൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് വായിച്ചു തീർത്തത്. ഞാൻ വലിയ വേഗതയുള്ള വായനക്കാരനല്ല, പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് അത് ആ രീതിയിൽ വളരെ വളരെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ, വളരെ ഹൃദയസ്പർശിയായ, വളരെ സിമ്പിളായ. ജെയ്ക്കിലിയുടെ ഭാഷയുടെ സവിശേഷതയാണ്, വളരെ ഓർഗാനിക് ആണ് അദ്ദേഹം. ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ യോസയൊക്കെ പറയാറുണ്ട്. യോസ തിയേറ്റർ ലോകപ്രശസ്തനായിട്ടുള്ള നോബൽ ലോറേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരനാണ് യോസയുടെ എഴുത്ത് ജീവിതം തുടങ്ങുന്നത് നാടകത്തിലൂടെയാണ്. അപ്പൊ ആ രീതിയിൽ നാടകത്തിൽ നിങ്ങൾ പറയാ ഒരു ഡയലോഗ് ഷട്ടിൽ കളിക്കുന്ന പോലെ എന്ന് പറയാറുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്കില്ല് വന്നാൽ, ഒരു യഥാർത്ഥ ഒരു ഇബ്സന്റെയോ അല്ലെങ്കിൽ ബെർണാഡ് ഷേയുടെ ഒക്കെ നാടകം വായിച്ചാൽ മനസ്സിലാവുന്ന രീതി നമുക്ക് അതിങ്ങനെ ഒരു നല്ല ഷട്ടിൽ പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് വരുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പം ആ രീതിയിൽ ആ ക്രാഫ്റ്റ് നമ്മുടെ ജയ്ക്കിലിക്കുണ്ട്. ഒരു പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് അദ്ദേഹത്തിന്റെ ഇതിലും ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ നല്ല കോൺവെർസേഷൻസ് ഉണ്ട്, രസകരം.